ജ്യോതിഷിയും സമയവും. അപ്പോൾ ജ്യോതിഷന്മാരാണോ സമയം നോക്കുന്നത്? ജ്യോതിഷന്മാരില്ലെങ്കിൽ സമയത്തിന് വിലയൊന്നുമില്ലേ? ജ്യോതിഷന്മാർ അല്ല, ഞാനത് ചോദിക്കാൻ കാരണം നമ്മളെല്ലാം ഈ പറയുന്ന സെക്ടറിൽ നിൽക്കുന്ന സമയത്ത് ജ്യോതിഷന്മാരുടെ ആവശ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോക്കിയൂടെ? ഇങ്ങനെ ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തിനാ ജ്യോതിഷൻ, എന്തിനാ ഡോക്ടർ? അപ്പോൾ അത് ഓരോ ആൾക്കാരുടെ ഓരോ വ്യക്തിപരമായ ചിന്താഗതികളാണ്. പക്ഷേ നല്ലൊരു ജ്യോതിഷിയെ കാണേണ്ട സമയം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നിയോഗമാണ്. നല്ലൊരു ദൈവജ്ഞൻ്റെ അടുത്ത് എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരെടുത്ത് എത്തും, കുറേ പറ്റിക്കപ്പെടും, ലാസ്റ്റ് നല്ലൊരാളടുത്ത് എത്തും. അപ്പോൾ ഈ പറ്റിക്കപ്പെടുന്ന സമയങ്ങളിൽ നമ്മുടെ മനസ്സിനകത്ത് ഇനി ആരും വേണ്ട, ഒരു ജ്യോതിഷനെയും കാണണ്ട, ഒരു ദൈവവും ഇല്ല എന്നൊക്കെ വിചാരിച്ച് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഒരു എന്താ പറയുക ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ അത് എല്ലാവർക്കും ഉപയോഗം വരുമോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏത് സമയത്താണ് നമ്മളൊരു ജ്യോതിഷനെ കാണേണ്ടത്? ജ്യോതിഷനെ കാണേണ്ട ആവശ്യമുണ്ടോ? ജ്യോതിഷൻ ഇല്ലെങ്കിലും എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ലേ? തീർച്ചയായും ഇവിടെ ജ്യോത്സ്യനില്ലെങ്കിൽ, വൈദ്യനില്ലെങ്കിൽ, ശാസ്ത്രജ്ഞനില്ലെങ്കിൽ ഒക്കെ ജീവിതം മുന്നോട്ട് പോകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുരാതന കാലഘട്ടത്തിലും അല്ലെ ശിലായുഗത്തും മുതൽക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ അതിനും മുന്നേ ഇവിടെ മനുഷ്യര് ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും പിന്നെ വീണ്ടും ജനിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും, എങ്ങനെ പോകും എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ടത്. നമുക്ക് നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ജീവിതത്തെ മുന്നോട്ട് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കമ്പ്യൂട്ടർ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് നമ്മളൊക്കെ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതില്ലാത്ത കാലത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അതേപോലെ അതേസമയത്ത് ഇത് നമുക്കറിയാം, ഈ കമ്പ്യൂട്ടറോ മൊബൈലോ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെ വേഗതയും അതിനുശേഷമുള്ള ജീവിതത്തിൻ്റെ വേഗതയും അതേപോലെ അതിൻ്റെ ഉപയോഗത്തിൻ്റെ വ്യത്യാസവും. നമുക്കിപ്പോൾ ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇയാൾ എവിടെയൊക്കെ പോയിന്നോ എന്തോ ചെയ്തോന്നോ ഈ സമയത്ത് ഇപ്പോൾ ഈ സെക്കൻഡിൽ ഇയാൾ എന്ത് ചെയ്യുന്നോന്നോ ഇതൊക്കെ വെറുതെ ആലോചിക്കാം, അല്ലെങ്കിൽ വീട്ടിലിരിക്കണ അമ്മയോ ഭാര്യയോ ഒക്കെ ആദ്യ പിടിക്കാം എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അന്ന് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, പെട്ടെന്ന് എടുത്ത് ചോദിക്കുക, നീ എവിടെയാണ്, ഫുഡ് കഴിച്ചുവോ, വണ്ടി കിട്ടിയോ, കൃത്യമായോ, എത്ര മണിക്ക് എത്തും, കൃത്യമായിട്ട് അറിയാം. നമുക്ക് അത്തരത്തിലുള്ള ഒരു ആധിയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ എത്രയോ വിവരങ്ങൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതിൻ്റെ ഒന്നും അല്ല, ഇതൊന്നുമില്ലാതെയും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. എല്ലാ സംവിധാനവും അങ്ങനെ തന്നെ. ഇപ്പം എറണാകുളത്ത് മെട്രോ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണോ, മെട്രോ ഇല്ലാതിരുന്നൊരു കാലവും മെട്രോ വന്നതിന് ശേഷമുള്ള യാത്രയുടെ സൗകര്യവും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണോ, കമ്പ്യൂട്ടറിന് വരുന്നതിന് മുന്നും ശേഷവുമുള്ള വ്യത്യാസം, മൊബൈൽ ഫോൺ വരുന്നതിനും അതിന് ശേഷം, ഇപ്പം AI വന്നതിന് അല്ലെങ്കിൽ ChatGPT ഒക്കെ വന്ന് അതിന് മുന്നും ശേഷവുമുള്ള വ്യത്യാസം എന്താണോ അത് തന്നെയാണ് ഈ പറഞ്ഞ ഫീൽഡിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് അവനവർക്ക് നിശ്ചയിക്കാവുന്നതാണ്. പിന്നെ ഇത് എപ്പോഴാണ് നമ്മൾ ഒരു ജ്യോതിഷനെ സമീപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഗ്രന്ഥത്തിൽ പ്രശ്നമാർഗാചാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ രസമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സംപ്രേര്യമാണസ്തു അവശരീരീ പ്രസഹ്യ ദൈവേന ശുഭാശുഭം യത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താണെന്നോ, ശരീരി അവശനായി കഴിയുമ്പോൾ ദൈവത്താൽ ഉന്തിത്തള്ളിവിടും ദൈവജ്ഞൻ്റെ അടുത്തേക്ക്. പ്രസഹ്യ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം സ്വീകരിച്ചിരിക്കുന്ന ആത്മാവ് ശരീരം സ്വീകരിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിനോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആ ശരീരത്തിനോ അവശത വരുമ്പോഴെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും രോഗം വന്ന് കിടപ്പിലാവുന്ന അവസ്ഥയാണ് നമ്മൾ സ്വതവേ അവശത എന്ന് പറയുന്നത്. അങ്ങനെയല്ല, വശമില്ലാതെയായി പോകുക. എന്ത് നിശ്ചയിക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന്, ഏത് വഴിയിൽ കൂടി ഇനി മുന്നോട്ടേക്ക് പോകണം, ഏത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഈ പറഞ്ഞതുപോലെ ഏത് മരുന്ന് സ്വീകരിക്കണം, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഏത് ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ആയുർവേദം വേണോ, അലോപ്പതി വേണോ, അല്ല വേറെ ഒറ്റമൂലി വേണോ, വശം കെട്ട ഒരവസ്ഥയിൽ അവനവന് നിശ്ചയിക്കുവാനോ അവനവൻ്റെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ സ്വയം സാധിക്കാതെ വരുമ്പോൾ
നമ്മളൊരു അങ്ങനെയുള്ള ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് ചുറ്റിനുമുള്ള നമ്മളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒക്കെ കണ്ട് അവരൊക്കെ ആയിട്ട് സംസാരിച്ചു എന്ന് വരും. അതിനെ കൊണ്ടൊന്നും എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് അയാൾ ദൈവജ്ഞൻ്റെ അടുത്തേക്ക് എത്തുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സംപ്രേര്യമാണസ്തു അവശരീരി പ്രസഹ്യ ദൈവേന. നമ്മൾ വിചാരിക്കും ഞാനൊരാളെ ഇപ്പോൾ നാളെ ഒരു ജ്യോത്സ്യനെ കാണാം അല്ലെങ്കിൽ ഞാൻ ഫോണിൽ വിളിക്കാൻ സംസാരിക്കാം, അത് സാധിക്കില്ല. ഈശ്വരൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവുമ്പോഴാണ് ഏത് ദൈവജ്ഞൻ്റെ അടുത്ത് നമ്മൾ എത്തിപ്പെടണം എന്നുള്ളതും കൂടിയുണ്ട്. ആ സമയത്താണ് എന്തായാലും അവശനായിട്ടുള്ള ശരീരമാണ് ദൈവജ്ഞൻ്റെ അടുത്തേക്ക് എത്തുന്നതും. വശം കെട്ടവനായിട്ട് ശരി തെറ്റുകൾ ന്യായാന്യായങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലേതും ആവാം. പ്രതീക്ഷ അസ്തമിച്ചിട്ട് ഒക്കെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ സമയത്ത് ഒരു ദൈവത്തിന്റെ കൈ ഉണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷെ ആ ദൈവത്തിന്റെ കൈ എല്ലാവർക്കും ഉണ്ടാവും ഇല്ല. നല്ല ദൈവജ്ഞന്റെ അടുത്ത് എത്തുന്ന എല്ലാവർക്കും ആ ദൈവത്തിന്റെ കൈയുണ്ട്. മറ്റൊരു കാര്യം, വരുന്നവരെ മാത്രമല്ല കേട്ടോ പ്രേരിപ്പിക്കുന്നത്. ആചാര്യൻ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത് എന്നുണ്ടെങ്കിലും ഈ 10-28 കൊല്ലമായിട്ടുള്ള ഈ ഒരു യാത്രയുടെ ഇടയിൽ എൻ്റെ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു യാത്രയുടെ ഇടയിൽ എനിക്ക് അസലായിട്ട് ബോധ്യം വന്നിരിക്കുന്ന കാര്യമാണ്, ഈ വന്നിരിക്കുന്നവൻ്റെ മുകളിൽ മാത്രമല്ല ഈശ്വരൻ്റെ കൈ, നമ്മളിലും പതിഞ്ഞിട്ടുണ്ട്. ദൈവജ്ഞൻ്റെ അല്ലെങ്കിൽ ജ്യോത്സ്യനിലും ഈ ദൈവത്തിൻ്റെ കൈ ഉറപ്പായിട്ടും പതിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുറേ ആദ്യ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകൾ വരുമായിരുന്നു, ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു, ഏത് വഴിയിൽ നിന്നിട്ടും ചോദിച്ചാൽ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയ പ്രശ്നമെന്നോ വലിയ പ്രശ്നം ഒന്നും വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാടെന്ന് പറഞ്ഞുകൂടാ, ഒരു 10 വർഷത്തിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് ഈശ്വരൻ നിശ്ചയിച്ചിട്ട് തെരഞ്ഞെടുക്കുന്ന വ്യക്തികളെ മാത്രമാണ് എൻ്റെ അടുത്തേക്ക് അയക്കുന്നത്. അതെ അതെ. പൂർണ്ണത്രയീശൻ ഞാൻ വരുന്നവരോടും പറയാറുണ്ട്, പൂർണ്ണത്രയീശൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അതേപോലെ തന്നെ എന്നോട് പറയാണ്, ദാ ഇന്നൊരാൾ വരുന്നുണ്ട്, അത് എന്താന്ന് വെച്ച് ഞാൻ നീ തീരുമാനമാക്കി വിട്ടോളൂ, ഞാൻ നിന്നിൽ കൂടി ഞാൻ പ്രവർത്തിച്ചോളാം. കൃത്യമാണത്. പക്ഷേ നമുക്കും ആ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടാവണം, ദൈവജ്ഞനും ഉണ്ടാവണം. ദൈവജ്ഞന്റെ ഉപാസന ക്രമവും ദൈവജ്ഞൻ ചെയ്യുന്ന ആ പറയുന്ന എന്താ പറയുക ആചാര രീതികളും കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ നോർമലി എല്ലാ ജ്യോതിഷന്മാരും എല്ലാവർക്കും എല്ലാ ഇൻഡസ്ട്രിയിലും അവർക്ക് കമേഴ്ഷ്യലി ബെനിഫിറ്റ് വേണം. അവരെല്ലാം പഠിച്ചത് അവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇവിടെ ചാർത്തുകൾ കൊടുത്ത് പേടിപ്പിക്കുന്നതിന് പകരം സാധാരണ രീതിയിലുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സാധാരണ രീതിയിലുള്ള പേയ്മെന്റ് മേടിക്കും. പേയ്മെന്റ് എന്തോ മേടിച്ചോട്ടെ, പക്ഷെ ആ പറയുന്ന ദൈവജ്ഞന്റെ ഒരു ഉപാസന ബലമാണ് തീർച്ചയായിട്ടും നല്ലൊരു ജാതകൻ നമ്മുടെ മുൻപിലെത്തുക എന്നുള്ളത്. അതെ, ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഈശ്വര ഇങ്ങനെയൊരു പ്രശ്നം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് പോലും എന്നുള്ള അത്തരത്തിലുള്ള കേസുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ദൈവമേ പൂർണ്ണത്രയീശ എനിക്കറിയില്ലേ ഏറ്റോളിനെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് തുടങ്ങുന്നത് തന്നെ. അത് കൃത്യമായിട്ട് വന്ന് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സമാധാനപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ ആ ഈശ്വരൻ്റെ ഇടപെടൽ. അപ്പോൾ വരുന്നവരെ മാത്രമല്ല ഈശ്വരൻ പ്രേരിപ്പിക്കുന്നത്, നമ്മളിലും ആ പ്രേരണയുണ്ട്. അപ്പോൾ ഈ 2 ഭാഗത്തു നിന്നുമുള്ള ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടലാണ്. അത് ശരിയായിട്ടുള്ള രീതിയിൽ ആ ഇടപെടൽ വരുമ്പോൾ ശാസ്ത്രം കൃത്യമായിട്ട് പ്രവർത്തിക്കും. ശരിയാ. ചില ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരുപാട് സംഭവങ്ങൾ പറയും. എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പക്ഷെ നമ്മളത് അറിയാതിരിക്കുന്നുണ്ട് അല്ലേ? അതൊരു നമ്മുടെ ഒരു ബലമാണത്. അപ്പോൾ അദ്ദേഹത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു ശക്തി ദൈവം ഓൾറെഡി നമുക്ക് തന്നു. ആ ജാതകൻ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളാൽ അദ്ദേഹത്തിന്റെ പ്രശ്നം സോൾവ് ചെയ്യണം എന്നൊരു നിയോഗം കൂടെ. തീർച്ചയായിട്ടും നിയോഗമാണ് അവിടെ. തുടക്കത്തിലൊന്നും നമുക്ക് ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നതിന്റെ തുടക്ക കാലത്തൊന്നും നമുക്ക് അത് അത്ര ക്ലിയർ ആവില്ല. പക്ഷെ മുന്നോട്ട് പോകും തോറുമാണ് ഞാൻ പല സന്ദർഭങ്ങളിൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈശ്വര ഇത്രയും എന്നിൽ കനിവുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും അനുഗ്രഹം എന്നിലുണ്ടല്ലോ എന്ന് നമ്മളുടെ ലൈഫിനെ ഉയർത്തുമ്പോഴല്ല,
വേറൊരാളുടെ ലൈഫിനെ നമ്മൾ ഉയർത്തുന്ന സമയത്ത് നമ്മൾ കാരണക്കാരാകുമ്പോഴാണ് സത്യത്തില് ഒരു വ്യക്തി ഒരു മനുഷ്യജന്മം എന്നുള്ളത് തരത്തിൽ നമ്മൾ പ്രൗഡാവുന്നത്. അതാ ഭഗവാന്റെ അനുഗ്രഹം. അപ്പൊ രണ്ടു കൂട്ടർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമ്മൾ കൃത്യമായിട്ട് നല്ല ജ്യോത്സ്യന്റെ അടുത്ത് എത്തിപ്പെടുന്നത്. അപ്പോ ജ്യോത്സ്യനെ സമീപിക്കുന്നത് ഇങ്ങനെയാണ്, മുന്നിൽ മറ്റൊരു മാർഗമില്ല എന്ന് തീരുമാനമാകുന്ന സമയത്താണ് ഭൂരിപക്ഷം പേരും ജ്യോത്സ്യന്റെ അടുത്തേക്ക് എത്തുക. അവശനായിട്ട്, വശം കെട്ടവനായിട്ട്, ഏത് വഴിക്ക് തിരിയണമെന്ന് ബോധ്യമില്ലാത്തവനായിട്ട്, അന്ധത എന്ന് തന്നെ പറയാം. ആ അന്ധതയിൽ ഇരുട്ടിൽ പെട്ടുഴലുമ്പോഴാണ് ദൈവത്തിന്റെ അടുത്ത് എത്തുന്നത്. ടീച്ചറെ, ഈ പ്രകൃതിയിലുണ്ടാകുന്ന യൂണിവേഴ്സൽ എനർജി ഭയങ്കര പവറാണ്. നമ്മൾ യൂണിവേഴ്സൽ എനർജിയുടെ ചെറിയ ഭാഗങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ വിളിക്കുന്ന വിളി അത്രയും ആത്മാർത്ഥതയാണെങ്കിൽ എനർജിയുടെ ഒരു പോർഷൻസ് നമ്മളിലേക്ക് റിയാക്ഷൻസ് ആയിട്ട് വരും. അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ 100% ഉണ്ടാവും. ഏത് ദൈവത്തിനെ വിശ്വസിച്ചോളൂ, ഏത് സാഹചര്യം വന്നോളൂ, നമ്മുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള വിളിയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതുമാണെങ്കിൽ നല്ലൊരു ദൈവജ്ഞനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ജീവിതം മാറുകയും ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.